വിവാദ നടപടികൾക്ക് കുപ്രസിദ്ധി നേടിയവരാണ് ചൈനീസ് ഭരണാധികാരികൾ. മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കാലങ്ങളായി ഒന്നാം സ്ഥാനത്താണ് ചൈന. ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഇത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് ചൈനയിൽ. ഒടുവിൽ റമദാനിൽ നോമ്പെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനീസ് അധികൃതർ വീഡിയോ തെളിവുകൾ ആവശ്യപ്പെടുന്നെന്ന് റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സിയാൻജിങ് പ്രവിശ്യയിൽ താമസിക്കുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെല്ലാം ഈ നിബന്ധന ബാധകമാക്കിയിരിക്കുകയെന്നാണ് റിപ്പോർട്ട്. വ്രതാനുഷ്ഠാനം അവസാനിക്കുന്ന ചെറിയ പെരുന്നാൾ ദിനം വരെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്നത് വീഡിയോയിൽ പകർത്തി അയച്ചു കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചൈനീസ് സാമൂഹിക മാധ്യമമായ ഡൗയിനിൽ പങ്കുവച്ച വീഡിയോ ഉദ്ധരിച്ച് റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ പ്രദേശത്തെയും ആളുകളെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് വീഡിയോ അയച്ചു കൊടുക്കേണ്ടത്. ഡൗയിനിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വീഡിയോയിൽ ഒരു ഉയ്ഗൂർ വിഭാഗക്കാരൻ പറയുന്നത് ഇങ്ങനെ: തങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കാനാണത്രേ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന്. ആശുപത്രിയിലോ മാർക്കറ്റിലോ എവിടെ പോയാലും ഓരോ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കണം. ഓരോ ദിവസത്തെയും തെളിവ് ഫോണിൽ സേവ് ചെയ്തു വെച്ചിരിക്കുകയും ചെയ്യുമെന്ന് വീഡിയോയിൽ പറയുന്നു. മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ ആരാധനാ കർമ്മമാണെങ്കിലും വർഷങ്ങളായി സിയാൻജിങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈന നോമ്പെടുക്കാൻ അനുവദിക്കാറില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മതഭീകരവാദത്തെ എതിർക്കാനെന്ന പേരിലാണ് ചൈനയുടെ ഈ നടപടികൾ. ഇതിനു പുറമെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കാനോ മുസ്ലിം അവധി ദിവസങ്ങൾ ആഘോഷിക്കാനോ അനുവദിക്കാറില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മുസ്ലിങ്ങൾ നോമ്പെടുക്കില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള വിവരം പോലീസും സർക്കാരും ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യയുടെ റിപ്പോർട്ട്. ഉയ്ഗൂർ പോലീസിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മേഖലയിലുള്ള ആർക്കും റമദാനിൽ നോമ്പെടുക്കാൻ അനുവാദമില്ലെന്ന് ഒരു പോലീസ് ഓഫീസർ അറിയിച്ചു. ഇതിനായി വീഡിയോ തെളിവുകൾ ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. ഉയ്ഗൂർ മുസ്ലിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാതിരിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിത ജോലികൾ ചെയ്യിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കൂട്ടമായി കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയോ ശുചീകരണ പ്രവൃത്തികൾ പങ്കെടുപ്പിക്കുകയോ ആണ് ചെയ്യുന്നതെന്ന് റേഡിയോ ഫ്രീ ഏഷ്യ തന്നെ ചില സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുണ്ട്. 12 ദശലക്ഷത്തോളം ഉയ്ഗൂറുകളാണ് സിയാൻജിങ് പ്രവിശ്യയിലുള്ളത്. ഇവരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിശ്വാസികളാണ്. ഔദ്യോഗികമായി നിരീശ്വരവാദ രാഷ്ട്രമാണ് ചൈന. അതേസമയം 5 മതങ്ങളെ ചൈന അംഗീകരിച്ചിട്ടുണ്ട്. ബുദ്ധിസം, ഇസ്ലാം, ക്രിസ്തുമതം എന്നിവ ഇവയിൽ പെടും. ചൈനയുടെ ജനസംഖ്യയുടെ 10% മാത്രമാണ് മതവിശ്വാസികളാണെന്ന് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. ആത്മീയത, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയുടെ കാര്യം വരുമ്പോൾ കണക്ക് ഇതിന്റെ പല ഇരട്ടിയാണ്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട മതങ്ങളെന്ന് പറയുമ്പോഴും ഇവയെല്ലാം സർക്കാരിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിന് കീഴിലാണ്. ആരാധനാലയങ്ങൾ, പുരോഹിതരുടെ നിയമനം, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തുടങ്ങിയവയിലെല്ലാം വ്യക്തമായ മേൽക്കൈ സർക്കാരിനുണ്ട്. മതവിശ്വാസം വിപുലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. മതപഠന ക്ലാസുകളോ സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളോ പൂർണ്ണമായി ചൈനയിൽ വിലക്കിയിട്ടുണ്ട്.